ഇന്നലെ PJ പറയുകയും ചെയ്തതിനകത്ത് UDF നേതാക്കൾ പാർട്ടി പിളർപ്പിലേക്ക് പോവുക. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയും പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ചർച്ച ചെയ്തപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പേര് എന്ന നിലയിൽ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിൻ്റെ പേരാണ് പരിഗണിച്ചത്. പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫിന് സീറ്റ് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫിന് സീറ്റ് ലഭിക്കുക എന്നുള്ളത് ഒരു പൊതുവികാരമായി തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ പാർട്ടിയുടെ തീരുമാനം, പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫിന് സീറ്റ് നിഷേധിക്കുന്ന വിധത്തിലാണ് വന്നത് എന്ന് സാഹചര്യം ഉണ്ടായപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി കെട്ടുറപ്പോടെ മുന്നോട്ട് പോകണം, ഒറ്റക്കെട്ടായി പോകണം എന്നാഗ്രഹിച്ച എല്ലാ പ്രവർത്തകർക്കും വേദനയും പ്രയാസവും ഉണ്ടാക്കിയ ഒരു തീരുമാനമായി അത് മാറുകയുണ്ടായി. കേരള കോൺഗ്രസ് പാർട്ടി UDFൽ ഉറച്ചു നിൽക്കണം എന്ന ഉറച്ച നിലപാടെടുത്ത നേതാവാണ് ശ്രീ PJ ജോസഫ്. അതുകൊണ്ട് തന്നെ PJ ജോസഫിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ അത് UDF പ്രവർത്തകർക്കാകമാനവും വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമായി തീർന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഈ തീരുമാനത്തിൽ വേദനയും പ്രയാസവുമുണ്ട്. പക്ഷേ ഇന്നലെ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് ഈ തീരുമാനം അറിഞ്ഞതിന് ശേഷം നടത്തിയ പ്രതികരണമേ എനിക്കും പറയാനുള്ളൂ. UDF നേതാക്കൾ ഡൽഹിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലെത്തിയ ശേഷം അവരുമായി നേരിൽ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് PJ ജോസഫ് സാർ പറഞ്ഞിട്ടുള്ളത്.